നമസ്കാരം, ഞാൻ ശിവരാമൻ. വാർത്താസന്ധിയിലേക്ക് വിശദമായി. കൊല്ലം കുണ്ടറയിൽ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിൽ പ്രതികൾ പിടിയിലായി. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കുണ്ട്ര പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുണ്ട്ര സ്വദേശി രാജേഷ്, അതുപോലെ തന്നെ പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരാണ് ഈ ടെലിഫോൺ പോസ്റ്റ് ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ ഇട്ടത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളുടെ ദൃശ്യം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരെ വിശദമായി ഇപ്പോൾ കുണ്ട്ര പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതികൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആദ്യഘട്ടത്തിൽ റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ ഈ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സമയത്ത് തന്നെ പോലീസിനെ നാട്ടുകാർ വിവരമറിയിക്കുകയും അവിടെ എത്തി പോലീസ് ഇത് മാറ്റുകയും ചെയ്തു. പിന്നീട് 3 മണിയോടെ വീണ്ടും റെയിൽവേ ട്രാക്കിൽ സമാന രീതിയിൽ ഈ പോസ്റ്റ് വീണ്ടും എടുത്തു വെക്കുകയായിരുന്നു. അവിടെ തന്നെ ഇത് ആസൂത്രിതമായ ശ്രമമാണ് എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആദ്യം എഴുകോൺ പോലീസും കുണ്ട്ര പോലീസും അന്വേഷിച്ച കേസ് പിന്നീട് റെയിൽവേ പോലീസ് കൂടി ഏൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംയുക്തമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുണ്ട്ര പോലീസിന് ഇരു പ്രതികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രാജേഷും അരുണും ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മോട്ടീവ് എന്താണ്, ഇവർ എന്ത് കാര്യത്തിലാണ് ഇത് ചെയ്തത് എന്നീ കാര്യങ്ങളടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു സമീപത്തെ ഈ ആറുമുറിക്കടയ്ക്ക് സമീപത്തെ കാനറ ബാങ്കിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായത്. പ്രതികളെ പിടികൂടിയിരിക്കുന്നു. പോലീസ് അവരെ ചോദ്യം ചെയ്തു വരികയാണ്. നിർണായക വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാരിന്റെ മുഖം മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ സർക്കാരിന് എതിരാകാൻ പാടില്ലെന്നും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ്. മമതാ ബാനർജിയുമായി തനിക്ക് ഭിന്നതയില്ല. പശ്ചിമബംഗാളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആക്റ്റീവായി ഇടപെടുന്ന ഗവർണറാണ് താനെന്നും ഡോക്ടർ CV ആനന്ദ് ബോസ് പറഞ്ഞു. 24 ആസ്ഥാനത്ത് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുമായുള്ള മീറ്റ് ദ ഗവർണർ പ്രത്യേക അഭിമുഖ പരിപാടിയിലാണ് ഡോക്ടർ CV ആനന്ദ് ബോസ് മനസ്സ് തുറന്നത്. പ്രത്യേക അതിഥിയായാണ് കാക്കനാട്ടെ 24 സ്റ്റുഡിയോയിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് എത്തിയത്. ചാനൽ ന്യൂസ് റൂമിൽ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ തന്റെ നിലപാടുകളും അനുഭവങ്ങളും ഡോക്ടർ CV ആനന്ദ് ബോസ് തുറന്നു പറഞ്ഞു. 24 വാർത്താ വിഭാഗവുമായും ഗവർണർ സംവദിച്ചു. ഗവർണർ സർക്കാരിനെതിരാകാൻ പാടില്ലെന്നാണ് ഗവർണർ സർക്കാർ പോര് സംബന്ധിച്ച ചോദ്യത്തോട് CV ആനന്ദ് ബോസിന്റെ മറുപടി. തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം ഭരണത്തിന്റെ പ്രകടമായ മുഖം. അത് നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർ പുറകെ നിൽക്കണം. ഗവർണർ ഒരു കാരണവരെ പോലെ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡായിട്ട് വർത്തിക്കണം. എന്നാൽ തെറ്റ് കാണിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യണം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി തനിക്ക് ഭിന്നതയില്ല. വ്യക്തിപരമായ നല്ല ബന്ധമാണ്. മമത തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലാണെന്ന് എന്ന് പറയാറുണ്ട്. ഞാനും അവരെ അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഈ മമതാ ബാനർജിയെ ഞാൻ കാണുന്നത് 3 തലത്തിലാണ്. ഒന്ന്, വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔപചാരികമായ ഒരു ബന്ധമാണ്. രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക് താൻ ഇറങ്ങാൻ തീരുമാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്നും ഗവർണർ. പശ്ചിമബംഗാളിലെ ക്രമസമാധാന പ്രശ്നങ്ങളും പോലീസിലെ തെറ്റായ പ്രവണതകളും ഗവർണർ തുറന്നു പറഞ്ഞു. സന്ദേശ് ഖാലി, ആർജിക്കർ വിഷയങ്ങളും CV ആനന്ദ് ബോസ് പരാമർശിച്ചു. RSSനെ പ്രശംസിച്ച തന്റെ മുൻ നിലപാട് CV ആനന്ദ് ബോസ് ആവർത്തിച്ചു. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു. പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിയുടെ വധത്തിൽ അത് RSSനുള്ള പങ്ക്, ഇതിനെക്കുറിച്ച് 2 സുപ്രീം കോടതി കമ്മിറ്റികളുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു. അതിലേക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് RSSന് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നത് മോർ സിൻഡ് അഗൻസ്റ്റ് ദാൻ സിന്നിങ്, അങ്ങനെയൊരു സംഘടനയാണ് RSS എന്ന് തോന്നി. അത് ഞാൻ തിരുത്തി. ഗവർണർ പദവിക്ക് ശേഷം രാഷ്ട്രീയത്തിലിറങ്ങുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഒരു കവി പറഞ്ഞു കഴിഞ്ഞു, ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദിശ വന്ന പോലും തിരിയാ. കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന തന്റെ ആഗ്രഹവും ഡോക്ടർ CV ആനന്ദ് ബോസ് 24നോട് പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24.
കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപര്യപത്രത്തിൽ ഒപ്പുവെച്ചു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. 2 ദിവസമായി നടന്ന നിക്ഷേപക ഉച്ചകോടി സമാപിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ താൽപര്യപത്രം ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായെന്ന് മന്ത്രി. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പോൾ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പോൾ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപം നടത്തും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയുടെയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയുടെയും ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടിയുടെയും RP ഗ്രൂപ്പ് 2,000 കോടിയുടെയും നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെയും പോളക്കുളം നാരായണൻ 500 കോടിയുടെയും നിക്ഷേപം പ്രഖ്യാപിച്ചു. 24 കൊച്ചി. കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തേകുന്നതാണ് കൊച്ചിയിലെ ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഉച്ചകോടിയുടെ വിജയമെന്ന് സംഘാടകർ പറയുന്നു. ദേശീയപാത, ഗെയിൽ പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അഭിനന്ദിച്ചു. 26 രാജ്യങ്ങൾ, 3000 ഡെലിഗേറ്റുകൾ, കോടികളുടെ നിക്ഷേപം. പ്രഥമ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി വിജയമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യവും ഉച്ചകോടിയിൽ പ്രതിഫലിച്ചു. കേന്ദ്രമനുവദിച്ച പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിനന്ദനം. I appreciate that within that time limit, the Kerala government completed it. That was the first step of development in Kerala after 2014. I appreciate the Chief Minister and his colleagues. രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതിപക്ഷവും നിക്ഷേപക ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ VD സതീശനും സമാപന സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. I want to assure the investors always that it will be positive only. In the past also it had been positive. In future also the opposition will be positive. കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നന്ദി അറിയിച്ചു. One thing is I have to note here, especially note here, and thankful also, the union ministers were here, opposition leader was here, and all, not only the ruling government, opposition as well as the union government, all are together for the development of the state and for this part. That's a very, very positive thing. It's a positive sign to the entire country. പ്രഖ്യാപിച്ച പദ്ധതികളും നിക്ഷേപങ്ങളും ക്രിയാത്മകമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ കരുത്താകും. ജിം, എമർജിംഗ് കേരള തുടങ്ങിയ മുൻ നിക്ഷേപക സംഗമങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന് ഉറപ്പിക്കാം. 24 കൊച്ചി. സർക്കാർ അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പിന്തുണയേറുന്നു. UDF നേതാക്കൾക്ക് പുറമെ മുതിർന്ന CPI നേതാവ് C ദിവാകരൻ പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തി. സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും എത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. മുതിർന്ന CPI നേതാവ് C ദിവാകരനും സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമരം ഒത്തുതീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് C ദിവാകരനും ആവശ്യപ്പെട്ടു. വളരെ വേഗം അതിലിടപെട്ട്
ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സമരക്കാർക്ക് പിന്തുണയുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLA-യും സമരപ്പന്തലിലെത്തി. ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആശാവർക്കർമാർക്ക് 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7,000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നത് ഞങ്ങൾക്ക് വന്ന 7,000 രൂപ. പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ചു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വിനീത വിജി അറിയിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച ആരംഭിച്ചു. ചണ്ഡീഗഡിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നാണ് അറിയിക്കുന്നത്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെന്നാരോപിച്ച് ദുരന്ത പ്രദേശത്ത് കുടിൽകെട്ടി സമരത്തിന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കിയുള്ള സമരപരിപാടികൾ UDF-ഉം പ്രഖ്യാപിച്ചു. ദുരന്ത ബാധിതർക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാം എന്നായിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ പ്രതികരണം. കുടിൽക്കെട്ടി സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് മറ്റൊരു വീട് തരുന്നില്ലെങ്കിൽ അവിടെ തന്നെ പോയി കുടിൽക്കെട്ടി താമസിക്കാനാണ് തീരുമാനം. സമരമല്ലാതെ മറ്റു വഴികളില്ലാത്തതിനാലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണം, പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളാൻ നടപടിയുണ്ടായില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ 24-നോട് പറഞ്ഞു. സമരത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചു. ഈ മാസം 27-ന് കളക്ടറേറ്റിന് മുന്നിൽ T. സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസം നടത്തും. 28-ന് UDF കളക്ടറേറ്റ് വളയും. സർക്കാരിലുള്ള പ്രതീക്ഷ അസ്തമിക്കുക. ആ ഒരു സാഹചര്യത്തിൽ UDF തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. എന്നാൽ പുനരധിവാസം വൈകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 2 ആക്ഷൻ കൗൺസിലാണ് പ്രവർത്തിക്കുന്നത്. 10, 11, 12 വാർഡ് തല ജനകീയ സമിതി മറ്റന്നാൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസവും സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് മുംബൈ വിമാനത്താവളത്തിന് സമീപത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തീപിടുത്തമെന്നുള്ള വാർത്ത. ടെർമിനൽ 2-ന് സമീപത്തുള്ള ഹോട്ടൽ ഫെയർമൂണ്ടിലാണ് തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സിന്റെ ശ്രമമെന്ന് ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നു മുംബൈയിൽ നിന്ന്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ KER ചട്ടങ്ങൾ പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. അപ്പോയിന്റ്മെന്റ് അതോറിറ്റി സ്കൂൾ മാനേജറാണ്. നിയമനത്തിനുള്ള അംഗീകാരമാണ് വിദ്യാഭ്യാസ ഓഫീസർ നൽകുന്നത്. KER ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അംഗീകാരം നൽകും. കോഴിക്കോട് കോടഞ്ചേരിയിൽ അധ്യാപികയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് വ്യക്തത വരുത്തി ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് എയ്ഡഡ് മേഖലയിൽ 24,755 നിയമനങ്ങൾ നടത്തി. ഇതിൽ 1,204 ഭിന്നശേഷി വിഭാഗക്കാരെയാണ് നിയമിച്ചതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മുതിർന്ന CPIM നേതാവ് G. സുധാകരനെ അവഗണിക്കാൻ ആലപ്പുഴയിലെ SFI DYFI നേതാക്കൾ. ആലപ്പുഴയിൽ നിന്നുള്ള SFI സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് അവഗണനയും ഒളിയമ്പും. ആലപ്പുഴയിൽ നിന്ന് SFIയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് G. സുധാകരന് ശേഷം ആദ്യമായാണ് ഒരാൾ എത്തിയത്. SFI സംസ്ഥാന അധ്യക്ഷനായി ആലപ്പുഴയിൽ നിന്നുള്ള M. ശിവപ്രസാദിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് G. സുധാകരനെ പരോക്ഷമായി പരിഹസിച്ചും അവഗണിച്ചും SFI DYFI നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. തനിക്ക് ശേഷം ആരും വേണ്ടെന്ന് മർക്കടമുഷ്ടി ചുരുട്ടിയ നേതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഇനിയും അനേകായിരങ്ങൾ ഈ മണ്ണിൽ നിന്ന് പുതിയ നേതൃത്വമായി ജനിക്കും. SFI കേന്ദ്ര കമ്മിറ്റി അംഗം A. അക്ഷയ് FBയിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: G. സുധാകരൻ തനിക്കു ശേഷം മറ്റാരെയും നേതൃനിരയിലേക്ക് വളരാൻ അനുവദിച്ചില്ലെന്ന വിമർശനവും ചിലർ കമന്റുകളായും പങ്കുവച്ചു. നേരത്തെ പല വിവാദങ്ങളിലും SFI നേതൃത്വത്തിനെതിരെ G. സുധാകരൻ പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് G. സുധാകരൻ നടത്തിയ പ്രതികരണവും പ്രതിപക്ഷം SFIക്കെതിരെ ആയുധമാക്കി. കലോത്സവ വേദികൾ തമ്മിൽ തല്ലാനുള്ള ഇടമല്ലെന്നായിരുന്നു G. സുധാകരന്റെ വിമർശനം. ആലപ്പുഴയിലെ CPM സമ്മേളനങ്ങളിൽ G. സുധാകരനെ ക്ഷണിക്കാത്തതും അടുത്തിടെ ചർച്ചയായി. 24 ആലപ്പുഴ. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട BJP നേതാവ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ നീക്കം. പൂഞ്ഞാറിലെ വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് PC ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. തിങ്കളാഴ്ച വരെ സാവകാശം തേടി PC ജോർജ് പോലീസിന് കത്ത് നൽകി. ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടന്നത്. ഇതിന്റെ ഭാഗമായി പൂഞ്ഞാറിലെ വീട്ടിൽ നോട്ടീസ് നൽകാൻ പാലാ DYSP നേരിട്ടെത്തിയെങ്കിലും PC ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം തിങ്കളാഴ്ച
നേരിട്ട് ഹാജരാകാമെന്ന് കാട്ടി ഷോൺ ജോർജ് മുഖേന PC ജോർജ് ഡിവൈഎസ്പിക്ക് കത്ത് നൽകി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സാവകാശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇതിന് മറുപടി നൽകിയിട്ടില്ല. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല. അവർ പറഞ്ഞു പക്ഷേ 2 മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ എവിടെയാണ് അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ PC ജോർജ് സമൂഹമാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ യൂത്ത് ലീഗ് പരാതി നൽകിയതോടെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. പിന്നാലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയെങ്കിലും തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 കോട്ടയം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. വടക്കൻ കേരളത്തിൽ വേനൽ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നബീസുമ്മയ്ക്കെതിരായ പ്രതികരണത്തിൽ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം VP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെയുണ്ടാകുന്നതാണ് പതിവ്. ഭർത്താവോ സഹോദരനോ കൂടെയുണ്ടാകുന്നതാണ് ഉചിതമെന്നും കാന്തപുരം. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിന് കൈത്താങ്ങായി സർക്കാർ. ചികിത്സാ മേൽനോട്ടത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞു വീണ അപകടം. കുടുങ്ങിയത് 7 തൊഴിലാളികൾ. രക്ഷാദൌത്യം തുടരുന്നു. AK ശശീന്ദ്രനെയും തോമസ് K തോമസിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകുമെന്ന് NCP അജിത് പവാർ വിഭാഗം നേതാവ് പ്രഫുൽ പട്ടേൽ. NCP അജിത് പവാർ പക്ഷത്തിനൊപ്പമാണ് ഇരുവരും നിൽക്കേണ്ടതെന്നും പ്രഫുൽ പട്ടേൽ. JC ഡാനിയൽ ദൃശ്യമാധ്യമ പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിന്. മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടറാണ് പുരസ്കാരം. JC ഡാനിയലിന്റെ 125ാം ജന്മവാർഷികമായ ഫെബ്രുവരി 25-ന് പുരസ്കാരം സമർപ്പിക്കും. മൂന്നാമത് നിസീമ മഹിമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 കോഴിക്കോട് ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ മിഥില ബാലനാണ് പുരസ്കാരം. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകൾക്കുള്ളതാണ് അവാർഡ്. 28-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ അവാർഡ് സമർപ്പണം നടക്കും. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ പൂർത്തിയാകുന്നു.